ആത്മീയമായ തലത്തിൽ ഞാൻ ഒത്തിരി ബഹുമാനിക്കുകയും ഞങ്ങളുടെ ട്രിവാൻഡ്രം സെക്ഷനിൽ മെപ്ലാമൂട് സഭയിൽ ചില വർഷങ്ങൾ ഞാൻ ഒരുമിച്ച് ആ സെക്ഷനിൽ അടിക്കുവാനും തൻ്റെ ആ ഡിസ്ട്രിക്റ്റിൻ്റെ ആ സ്ഥാനത്തിരിക്കുമ്പോൾ തന്നെ അനേക കാര്യങ്ങൾ എനിക്ക് വേണ്ട ഒത്താശകളൊക്കെ ചെയ്തത് ബഹുമാനീയ ഈ സെക്ഷൻ പ്രസിഡന്റ് പാസ്റ്റർ യാഹോത്തിനോട് ഓർത്തും അനുഗ്രഹിക്കപ്പെട്ട ഉദ്ഘാടന ശുശ്രൂഷ നടത്തിയ ദേവദാസിനെ ഓർത്തും പ്രത്യേകിച്ച് ഞാൻ എസ്എംഎസിലേക്ക് ഒരു പാസ്റ്ററായിട്ട് വരണമെന്ന് 23 വർഷത്തുമ്പിൽ ആഗ്രഹിച്ച ഒരു ദൈവദാസിന് പാസ് യേശുവാസവകൾ എന്നെ ഇതിനകത്ത് കൊണ്ടുവരാൻ തക്ക ഒത്തിരി ബന്ധപ്പെട്ടു. സ്തോത്രം. അതുകൊണ്ട് ഞാൻ എപ്പോഴും പാസ് യേശുവാസം ഓർക്കാറുണ്ട്, സ്തോത്രം ചെയ്യാറുണ്ട്. അദ്ദേഹം എന്നെ സ്തോത്രം ഒരു സഭയുടെ ദേശത്തിൽ എന്നെ കൊണ്ടാക്കി. പക്ഷെ എനിക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും ജഗതിയിലാണ് ആ ഏരിയ, എന്നാൽ അവിടെ നടത്തുവാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാൻ ബോംബെയുടെ പാസ്റ്ററായിട്ട് പോയത് കൊണ്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് ആ ദൈവദാസിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സെക്ഷനിലെ പല ഇടങ്ങളിൽ എന്നെ ശുശ്രൂഷിച്ച ബഹുമാന്യ കർത്തദാസന്മാരുണ്ട്. നിങ്ങളെല്ലാവരെയും വിശേഷം വന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം പാസ് ജോണി പൗലോസ് അവർ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നടത്തിയെന്ന് മനസ്സിലാക്കുവാനിടയാക്കി. ധന്യമേറിയ നല്ല ഗാനങ്ങൾ ആലപിച്ച് നമ്മെ ആത്മീയതയിൽ തീർപ്പിച്ച പ്രിയനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ വായിച്ച ആമോസ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മേഖലയുടെ പാട്ടുകാരനായിരിക്കുന്ന ദൈവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ സൺഡേ സ്കൂൾ സഹപടിയായിരിക്കുന്ന ആ പ്രിയ പാസ്റ്റർ ഷിബുനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ഒത്തിരി ബഹുമാനിയ ദൈവദാസന്മാർ ദൈവമക്കൾ ഇതിനകത്തുണ്ട്. ഞാൻ എല്ലാവരുടെയും പേര് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നിൽക്കാൻ കഴിയത്തില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റാണ് പാസ്റ്റർ മാത്യുവിന്റെ കയ്യിൽ തന്നത്. ഞാൻ നിരവധി ഇടങ്ങളിൽ വളരെ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും നിർബന്ധിക്കുകയും ചെയ്യുന്ന ഒരു നല്ല പദമാണ് തനിച്ചു പാർക്കുന്ന ഒരു ജനം എന്ന പദം. അതിന്ന് ഞാൻ വളരെ ആധികാരികമായിട്ട് ശുശ്രൂഷിപ്പാൻ കഥാനാമത്തിൽ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടിരിക്കണം. നമ്മുടെ യുവത്വങ്ങളായി പ്രിയപ്പെട്ടവർ, നിങ്ങൾ എൻ്റെ മുഖത്തു നിന്നും കണ്ണ് മാറ്റരുത്. കണ്ണ് മാറ്റിയ ഞാൻ ചോദ്യം ചോദിച്ച് നിങ്ങളെ തിരിച്ചു പിടിക്കുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും എൻ്റെ കൂടെ തന്നെ വരണം. ദൈവം നമുക്ക് വേണ്ടി ഇന്ന് അത്ഭുതം ചെയ്യും. എൻ്റെ മെസ്സേജിന്റെ 3ാമത്തെ പ്രസംഗമാണ്. 5 മണിക്ക് തുടങ്ങിയ പ്രസംഗമാണ്. അത് കഴിഞ്ഞ് 6 മണിക്ക് വീണ്ടും പ്രസംഗിച്ചു. ഇപ്പോൾ 3ാമത്തെ മെസ്സേജാണ്. അപ്പൊ അതുകൊണ്ട് തൊണ്ടയ്ക്കും അല്പം ബുദ്ധിമുട്ടുണ്ട്. ഈ സൗണ്ട് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്ത ദൈവദാസൻ എനിക്ക് വേണ്ടി ഒന്ന് ഹെൽപ്പിച്ചു തന്നതെന്ന് വിനീതനെ അപേക്ഷിച്ചുകൊണ്ട് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളിൽ അടച്ചിട്ട് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ഇടപെടും. ദൈവാത്മാവ് നമ്മൾ വേദനിക്കും. ഒരു വിശുദ്ധ തലമുറയാക്കി ദൈവം നമ്മെ തീർക്കും. പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും സാത്താന്യ വെല്ലുവിളിയിൽ നിന്നും ദൈവം ഒരു വേർപെട്ട സഭ, ഒരു വേർപെട്ട തലമുറ ഈ കാഞ്ഞിരം സെക്ഷനിൽ നിന്നും എഴുന്നേൽപ്പിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം അക്കാലം ഒന്ന് ചേർത്തടിച്ച് നിറഞ്ഞ ഹൃദയത്തോടെ നന്ന ശബ്ദത്തിൽ ആത്മഗൗരവത്തോടെ പോരാ ശബ്ദം വരണം. ആത്മാവിൽ തന്നെ എല്ലാ കുഞ്ഞുങ്ങളും ഇന്നൊരു ആത്മ പകർച്ച ഇതിനകത്ത് വെളിപ്പെട്ട് വരും. ഒരു പരിശുദ്ധാത്മാവിന്റെ പകർച്ച ഈ സെക്ഷനിൽ വെളിപ്പെട്ട് വരും. ചില യുവജനങ്ങൾ അഭിഷക്തരായി മാറും. ചില തലമുറകൾ ദൈവരാജ്യത്തെ ശുശ്രൂഷിക്കും. ദൈവത്തിന്റെ രാജ്യത്തിന് വിത്ത് ചുമക്കുന്ന ശ്രേഷ്ഠന്മാരും ശ്രേഷ്ഠമതികളും മാത്രമേ ഏകൽപ്പിക്കുക. ആ വെളിപ്പാട് കാണുന്ന മാതാപിതാക്കൾ കൂടെ ഒന്ന് കരം അടിച്ച് ദൈവത്തിനുമാകെ അഭിഷേകത്തോടെ ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ലോകം ചേരും സാധാരണ ശക്തിയുടെ മേൽ ഇന്ന് രാവിലെ ആധിപത്യം കേവടുക്കുന്ന അഭിഷേകത്തിന്റെ ഒരു പകർച്ച നമ്മിലേക്ക് ഇന്ന് രാവിലെ വെളിപ്പെടുന്ന ഒരു വെളിപ്പാട് ഞാൻ ആത്മാവ് കണ്ടുകൊണ്ട് ശുശ്രൂഷിക്കുന്നു. ആ വെളിപ്പാടുകൾ നിയോഗത്തോടെ നിൽക്കുവാൻ താല്പര്യമുള്ളവർ ചേർത്തടിച്ച് വേണ്ടി സ്വന്തം പാപത്തിന്റെ ശാപത്തിലേക്ക് വഴുതി കൊണ്ടുപോകില്ല. സാധാരണ ശോഭിത വലത്തിൽ നിന്ന് ഇന്ന് അത് തിരിച്ചു വിളിക്കുന്നവരോ നിവസമാക്കി മാറ്റത്തക്കവണ്ണം ദൈവത്തിന്റെ തേജസ്സിന്റെ ശക്തി അതിന്റെ ആഴത്തിൽ വന്ന് ഭവിക്കുന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ദൈവത്തിന്റെ അഭിഷേകത്താൽ ഞാൻ ഈ നൂറിന് മേൽ ദൈവ ശക്തി ഇറങ്ങുവാൻ പ്രാർത്ഥിക്കുന്നു. തന്റെ നിരത്തിൽ വ്യക്തമായി പതിയട്ടെ. ഒരു തീരുമാനത്തിലേക്ക് വരട്ടെ. ഒരു പുതിയ പ്രതിഷ്ഠയിലേക്ക് വരട്ടെ. ഒരു ആത്മീയ ചൈതന്യം അതിലേക്ക് തലമുക്കത്തക്കവണ്ണം ഒരു അഭിഷേകത്തിന് പകർച്ച യേശുവിന്റെ നാമത്തിൽ ചലിക്കട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. വ്യക്തിഗത ഘടകം ചുടമതി
യേശുവിന്റെ നാമത്തിൽ ആ ദൈവ നിയോഗത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധ പിതാവിന്റെ ദിവ്യ സാന്നിധ്യം ഇന്ന് ഞങ്ങളുടെ വെളിപ്പെട്ടു വന്നിരിക്കുന്നേ അന്തരീക്ഷം അനുകൂലമാക്കി തരണം. പരിശുദ്ധാത്മാവ് നിറയ്ക്കണം. ക്രിസ്തുയേശുവിന്റെ ധന്യത്തിൽ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി ശക്തിയോടെ കരം വീശി ഒരു കർത്താവിന് സ്തോത്രം ചെയ്യാം. നമുക്കറിയാം, ഞാൻ ഇന്ന് ഇവിടെ ശുശ്രൂഷിക്കുമ്പോൾ ചാൾസ് ക്രിക്ക് എന്ന് പറഞ്ഞ ഒരു അനുഗ്രഹിക്കപ്പെട്ട യുവജനം കർത്താവ് യുവത്തിന് വേണ്ടി ഒത്തിരി പ്രയോജനപ്പെട്ട ആ അമേരിക്കയിൽ ഇന്ന് അതിന് ദുഃഖാനം നടക്കുന്ന സമയമാണ്. ശക്തമായിട്ട് കോളേജുകളിലും തെരുവുകളിലും യേശു മാത്രം കർത്താവെന്ന് ശക്തമായ ഭാഷയിൽ വിളമ്പിയ 31 വയസ്സുകാരനായ ചാൾസ് ക്രിക്കിന്റെ ശവ സംസ്കാര ശുശ്രൂഷ വിഭാഗം ഒരുങ്ങുന്ന സമയത്താണ് ഞാൻ ഈ ദൂതുമായിട്ട് ഇവിടെ ശുശ്രൂഷിക്കുന്നത്. പ്രത്യേകിച്ച് യൂത്തുകാരെ നമ്മൾ യേശു മാത്രം കർത്താവ്, യേശു മാത്രം ലോകരക്ഷിതാവെന്ന് ലോകത്തിന്റെ ശാപം മുമ്പിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുവാൻ കരുത്തു പ്രാപിച്ച ഒരു മനുഷ്യൻ രക്തസാക്ഷിയായി തീർന്ന ഒരു ദിവസം ദുഃഖത്തോടെ ആ സഹോദരിയും കുഞ്ഞുങ്ങളെയും ആ രാജ്യത്തെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമേരിക്കൻ ജനതയുടെ കയ്യിൽ തോക്ക് കിട്ടി. ആ തോക്ക് വേണ്ട എന്ന് താൻ പറഞ്ഞു. 2, അമേരിക്കൻ ജനത സെക്സുവാലിറ്റി, ഹോമോസെക്സുവാലിറ്റിക്ക് പ്രാധാന്യം കൊടുത്തു. അത് വേണ്ട എന്ന് പറഞ്ഞു. 2, സ്ത്രീകൾ മാത്രമല്ല, അവർ ഒരു കാരണവശാലും മയക്കുമെന്ന് വേണ്ട എന്ന് വെക്കുന്ന പകരം അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു തലമുറ അമേരിക്ക ജനതയിൽ പൊങ്ങി വന്നു. അതിന് വിരുദ്ധമായിട്ട് അവർക്ക് നല്ലൊരു അവയർനെസ് കൊടുത്ത് വ്യക്തമായ രൂപരേഖ കൊടുത്തിട്ട് തെറ്റും ശരിയും തമ്മിൽ വേദനിപ്പാൻ തക്കവണ്ണം ഈ ചാൾസ് ക്രിക്ക് എന്ന് പറഞ്ഞ 31 വയസ്സുകാരനായ അഭിഷക്തൻ അവൻ താല്പര്യപ്പെട്ടപ്പോൾ സാത്താൻ ഇഷ്ടപ്പെട്ടില്ല. സാത്താൻ മനസ്സിലായി ഇവൻ വളർന്നു വന്നാൽ അമേരിക്കയിൽ ഒരു പുനരുത്ഥാനം ഉണ്ടാകും. ഇവൻ വളർന്നു വന്നാൽ അമേരിക്കയിൽ ഒരു ചൈതന്യം ഉണ്ടാകും. അമേരിക്കയ്ക്ക് വ്യാപരിക്കുന്നതായ സാത്താനെ വേണ്ടാൽ ഒരു തലമുറ അമേരിക്ക പൊങ്ങി വരുമെന്ന് സാത്താൻ അറിയുന്നതുകൊണ്ട് അവൻ കേവലം അധികം പ്രായമില്ലാത്ത ഒരു മനുഷ്യന്റെ കയ്യിൽ പിശാച് തോക്കെടുത്തു കൊടുത്തിട്ട് അദ്ദേഹം ഏത് കണ്ണം കൊണ്ടാണോ യേശു ക്രിസ്തു കർത്താവെന്ന് പാപം ചെയ്യുന്നതെന്ന് തെറ്റെന്ന് ബോധ്യപ്പെട്ട അതേ നാവിനകത്തേക്ക് സാത്താന്റെ ശബ്ദം കൊണ്ട് ഷൂട്ട് ചെയ്ത് അദ്ദേഹത്തെ നിലംപരിയാക്കി മാറ്റിയ ഒരു വേദനിക്കുന്ന രംഗമാണ്. ഒരു ചാൾസ് ക്രിക്ക് മരിച്ചെന്ന് പറഞ്ഞ് സുവിശേഷം മരിക്കുമോ? ദൈവത്തിന്റെ പദ്ധതി മരിക്കുമോ? അതിന്റെ പകരം ഈ സെക്ഷന്റെ ദൈവദാസന്മാരെ, ഈ സെക്ഷന്റെ തലമുറയെ വേറൊരു ചാൾസ് ക്രിക്കാക്കി ദൈവാത്മ ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ എന്ന് താല്പര്യത്തിൽ പറയാൻ താല്പര്യമുള്ളവർ അക്കാലം തട്ടി ആത്മാവ് പറയാമോ? ഒരു ചാൾസ് ക്രിക്ക് പോയാൽ അതിനകത്ത് 1000 ചാൾസ് ക്രിക്കിനെ യേശു മാത്രം കർത്താവെന്ന് പറയാൻ ഏൽപ്പിക്കുന്ന ഓരോ ദിവസമാണ് എന്ന കാര്യം മറക്കരുത്. കുഞ്ഞുങ്ങളെ ഒന്ന് ആത്മാവിൽ കരം വലിച്ചു കൊടുക്കാതെ അഭിഷേകത്തെ പകർച്ച ഇന്ന് എങ്ങനെ വെളിപ്പെട്ടാൽ ഞാൻ ലോകത്തിൽ വരികയും യേശു മാത്രം കർത്താവെന്ന് പാപം തെറ്റാണെന്ന് ശാപം തെറ്റാണെന്ന് വിളിച്ചു പറയുക എന്റെ ആഗ്രഹത്തിലേക്ക് ഒരു അഭിഷേകം കരുത്ത് ദൈവം തരുമെന്ന് ഈ സഭ, ഈ സെക്ഷൻ, ഈ ദൈവദാസന്മാരെ നിങ്ങൾക്ക് വിളിച്ചു പറയാൻ കഴിയും. എനിക്കിന്ന് 50 വയസ്സ് പ്രായമുണ്ട്. എന്റെ പിതാവ് ഒരു പാസ്റ്ററായിരുന്നു. എന്റെ പിതാവിന്റെ പിതാവ് ഒരു പാസ്റ്ററായിരുന്നു. എല്ലാ ഡീറ്റെയിൽസ് നമ്മുടെ പാസ്റ്റർ ഷിക്കുണ്ടായി. എന്റെ പിതാവിന്റെ പിതാവ് ഒരു പാസ്റ്ററായിരുന്നു. എന്റെ 10ാമത്തെ വയസ്സിൽ അഭിഷേകം പ്രാപിച്ച വ്യക്തിയാണ് ഞാൻ. ആ 10ാമത്തെ വയസ്സിൽ പ്രവചിച്ചു. ആ 10ാമത്തെ വയസ്സിൽ രോഗികളോട് പ്രാർത്ഥിച്ചു. ആ 10ാമത്തെ വയസ്സിൽ അനേകം ഉപദേശിക്കാൻ തക്കവണ്ണം നാവിനകത്തേക്ക് അധികാരം തന്നു. കഴിഞ്ഞ 40 വർഷമായിട്ട് എന്റെ യേശുവിനെ ഉയർത്തുവാൻ 10ാമത്തെ വയസ്സിൽ പറഞ്ഞ അഭിഷേകം ഇന്നും എന്റെ ദേഹത്തോണ്ട് സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ മുഖത്ത് നോക്കി വളരെ ചലഞ്ചിങ് ആയിട്ട് പ്രസംഗിക്കാൻ എനിക്ക് ദൈവം നിയോഗം നൽകിയിട്ടുണ്ട്. അത് ഈ സെക്ഷനിൽ ഞാൻ എപ്പോഴും പറഞ്ഞ വാക്കാണ്. ഈ മേഖലയിൽ നിന്നും കുറെ അഭിഷക്തന്മാർ പാസ്റ്റർ മാത്യു ദൈവം എഴുന്നേൽപ്പിക്കും. ഈ കാഞ്ഞൂർ സെക്ഷൻ എന്നെ അഭിമാനിക്കുന്നു. ഒത്തിരി താലന്തുള്ള കുഞ്ഞുങ്ങൾ. ഞാൻ ഏത് കാഞ്ഞൂർ സെക്ഷന്റെ സഭയിൽ പോയാലും ട്രോഫിയുടെ അയലുകളിലാണ് സ്വന്തം. വിശ്വാസികൾ കുറവാണെങ്കിലും സഭയ്ക്ക് വിശ്വാസികൾ കുറവാണെങ്കിലും പറഞ്ഞോ ട്രോഫികൾ ഇഷ്ടം വിശ്വാസികളെക്കാട്ടും ട്രോഫികളുണ്ട്. അപ്പൊ അത്രയ്ക്ക് താലന്തുള്ള തലമുറകൾ
നമ്മുടെ ഈ സെക്ഷനിലുണ്ട്. പക്ഷെ അത് പോരല്ലോ, ട്രോഫി മാത്രം പോരല്ലോ, നമ്മെ ദൈവാത്മ പബ്ലിക്കിൽ എഴുന്നേൽപ്പിക്കണം. ചിലരൊരു വിലച്ചുണ്ട തക്കവണ്ണമുള്ള ഒരു അധികാരം ദൈവാത്മാവ് തരും. വിശ്വാസത്തോടെ കരങ്ങൾക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാമല്ലോ. ഞാൻ ഒരു അരമണിക്കൂർ ഞാൻ ഈ ആനുകാലികമായ ചില വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ പേപ്പർ തന്നിട്ടുണ്ട് അല്ലെ? നോട്ട് ചെയ്ത പേപ്പർ എടുത്തിട്ടുണ്ട്. കുഞ്ഞുങ്ങളെല്ലാവരും ആ പേപ്പർ കൈ കാണിച്ച് എനിക്ക് ഒന്ന് പൊക്കി കാണിക്കാമോ? ഇത് നുണയും കൂടി എഴുതാൻ തക്കണം തന്നെയല്ല, നിങ്ങൾക്ക് മൊബൈൽ നമ്പർ എഴുതാനുള്ള പേപ്പറുമല്ല, അഡ്രസ് ഇത് വെക്കാൻ തക്കണമല്ല ഈ പാവപ്പെട്ട ഈ സംഘടന തന്നത്. ഇന്ന് ഇവിടെ കേൾക്കുന്ന ദൈവശബ്ദം പാട്ടുമൊക്കെ അതിനകത്ത് എഴുതാൻ തക്കമാണ്. അതുകൊണ്ട് എല്ലാവരും നിവർത്തി എന്നിട്ട് വായിച്ച് ആമേൻ. സംഖ്യാപുസ്തകം 23-9 വാക്യം നോട്ട് ചെയ്ത് ഫസ്റ്റ് ആയിട്ട് സംഖ്യാപുസ്തകം 23 അതിന്റെ 9 വാക്യം എഴുതിയിട്ട് ഒന്ന് വായിച്ചേ. സ്തോത്രം. ആ, ഞാൻ അവനെ കാണുന്നു, ദർശിക്കുന്നു, ഇതാ തനിച്ചു പറക്കും ജനം. അതെ, എഴുതിയല്ലോ. ഇനി എന്റെ മുഖത്ത് നോക്കി. സ്തോത്രം. നിങ്ങൾ നോട്ട് ചെയ്തു. അപ്പോ എന്റെ മെസ്സേജ് അശുദ്ധാത്മാവിനെ പുറത്താക്കുന്ന ഒരു വിശുദ്ധ തലമുറ എന്നാണ് എന്റെ മെസ്സേജ്. കണക്ട് ചെയ്ത് പ്രശ്നമുണ്ടോ? അശുദ്ധാത്മാവിനെ പുറത്താക്കുന്ന പറഞ്ഞേ ഒന്നുകൂടി. അശുദ്ധാത്മാവിനെ പുറത്താക്കുന്ന ഉറക്കെ പറ. നമുക്ക് ഇൻട്രാക്ട് ചെയ്ത് പറയാം. ഒന്നുറക്കെ പറഞ്ഞേ. അശുദ്ധാത്മാവിനെ പുറത്താക്കുന്ന ഈ സൗണ്ട് സിസ്റ്റം അങ്ങോട്ട് വരുന്നുണ്ടോ? ഈ ശബ്ദം എങ്കിലും ഒന്ന് കരം പിടിച്ച് ഒരാളെ കരം കൊടുത്താൽ ഒരാളെ കരം കൊടുത്ത് ഒരാൾ കരം കൊടുത്തോ? വല കൈ കൊടുത്ത് ഉറക്കെ പറഞ്ഞേ. കരം കൊടുത്ത് അയ്യോ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. മോനെ, നീ എന്നെ കണ്ടിട്ട് പോ. എന്നെ ഒരു അഭിഷേകം ദൈവം കാണിച്ചു. ഞാൻ ഇവിടെ നിന്നപ്പോഴേ നിന്നോട് ദൂത് പറയാത്തപ്പോൾ എനിക്ക് ദൈവം വലിയ ഇതൊരു അഭിഷേകം നമുക്ക് തരും കേട്ടോ. ഏൽപ്പിച്ചോ. ദൈവം ഒരു പ്രവാചകനായിട്ട് എഴുന്നേൽപ്പിക്കുന്ന വെളിപ്പാടിനെ കാണിച്ചു. ഒന്ന് ഉറക്കെ പറഞ്ഞേ. അശുദ്ധാത്മാവിനെ പുറത്താക്കുന്ന വിശുദ്ധ